ഹായ് ലിമിയാസ് വേൾഡിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. മധുരക്കിഴങ്ങ് ചേർത്തുണ്ടാക്കുന്ന ഒരു അപ്പം റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ കാസർഗോഡുകാർ പൊതുവെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിനെ കേങ്ങിൻ്റെ കൽത്തപ്പം അല്ലെങ്കിൽ കേങ്ങിട്ട കൽത്തപ്പം എന്നാണ് പറയുന്നത്. മാത്രവുമല്ല ഇത് കറി കൂട്ടാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അപ്പം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് കുതിർത്തി വെച്ച പച്ചരി എടുത്തിട്ടുണ്ട്. കുതിർത്തി കഴുകി വെച്ചതാണ് പച്ചരി. ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചാലും മതിയാകും. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഇനി ഇതിലോട്ട് നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം. ചോറ് അരിയുടെ നേരെ പകുതിയാണ്, 1/2 കപ്പാണ്. അതായത് 125 ml കപ്പിൽ ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ അരിയാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. നന്നായി നൈസായി അരിയണമെന്നില്ല, ഇത്തിരി തരി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇനി ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസിൻ്റെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി കണക്കാക്കാം. 1 കപ്പ് ചോറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തിരി മൂത്തിട്ട് വേണം മാവ്. ഇപ്പം ഞാൻ 1/2 കപ്പ് ചോറ് ചേർത്തത് കൊണ്ട് കൂടുതൽ കട്ടിയല്ല മാവ്, എന്നാൽ കൂടുതൽ വെള്ളമോ അല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണക്കാക്കിയിട്ടുള്ളത്. ഇനി ഈ മാവിൽ നിന്ന് ഒരു 5 തവി മാവ് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റാണ്. ഇനി ഞാൻ 1 കപ്പ് ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്ത മധുരക്കിഴങ്ങ് ഈ മാറ്റിവെച്ച മാവിലോട്ട് ചേർക്കാണ്. ഈ 5 തവി മാവ് നമ്മൾ മാറ്റി വെച്ചില്ല, അതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാണ്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് തേങ്ങെണ്ണയാണ് ഇതിന് കൂടുതൽ ബെസ്റ്റ്. തേങ്ങെണ്ണയിൽ കിഴങ്ങൊക്കെ മൊരിഞ്ഞ് നല്ല മണം വരും. പിന്നെ ഞാൻ പറയാൻ വിട്ടത്, കൽത്തപ്പത്തിന് ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാത്തത് നമ്മൾ കിഴങ്ങ് ചേർക്കുമ്പോൾ കിഴങ്ങ് ഓൾറെഡി ഗോൾഡൻ കളറാവും മൊരിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ കൂടി ചേർത്താൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ വലിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് 1 മിനിറ്റോളം വലിയ തീയിൽ വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അടി മൊരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അടി ഇപ്പോൾ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രം ഉപയോഗിച്ചിട്ട് മറിച്ചിടാം. കാരണം നമ്മൾ കയ്യിൽ തന്നെ ഉപയോഗിച്ച് മറിച്ച് ഇടുമ്പോൾ അത് പൊളിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് മറിച്ചിട്ട് വേവാൻ വെക്കാം. ഇനി വേവാൻ വെക്കുമ്പോൾ മൂടരുത്, കാരണം മൂടിയാൽ അത് വേർത്തിട്ട് നനവുള്ളൊരു അപ്പായിട്ട് മാറും. അപ്പോൾ തിന്നാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ പോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ചെറിയ തീയിൽ തന്നെ മൂടി വെക്കാതെ വേവിക്കാം. ഇപ്പോൾ സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ കേങ്ങിൻ്റെ കൽത്തപ്പം നന്നായി വന്നിട്ടുണ്ട്. അടിഭാഗവും മേൽഭാഗവും ഒരുപോലെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മുറിച്ച് സെർവ് ചെയ്യാം. ഇത് കോഴിക്കറിയുടെ കൂടാണെങ്കിലും അതുപോലെ തന്നെ മീൻ കറിയുടെ കൂടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.